എന്റെ ഈ പുറകെ കിടക്കണ വാഴപ്പിണ്ടി ഒന്നുമല്ല, നട്ടല്ലാണ്. നട്ടല് നിവർത്തി തന്നെ ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. നമസ്കാരം. ദേ ഈ താഴ്ച കണ്ടോ? ഇത്രയും താഴ്ന്ന പ്രദേശത്ത് നമ്മുടെ കാലൊന്ന് തെറ്റിയാലോ അല്ലെങ്കിൽ നമ്മളൊന്ന് വീണാലോ എന്ന് പ്രതീക്ഷിച്ച് നമ്മളിത് ഇതുപോലെയുള്ള വലിയ ശക്തമായ മരങ്ങളെയോ അല്ലെങ്കിൽ തൂണുകളെയോ ഒക്കെ നമ്മൾ കൂട്ടുപിടിക്കാറുണ്ട്. അവസാനം ഈ തൂണുകൾ എന്ത് ചെയ്യും? ഇതേപോലെ നമ്മളിതൊന്ന് പ്രതീക്ഷിച്ച് ചാരിന്ന ഇതേപോലെ ചതിക്കും. അപ്പൊ നമ്മള് വീഴും. ഇതിന് എന്തെങ്കിലും പറ്റുമോ? ഒന്നും പറ്റൂല. പറ്റുന്നത് നമുക്ക് മാത്രമായിരിക്കും. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ ഒറ്റക്ക് വഴിവെട്ടി കയറി വന്നവനാണ്. അത് ഇനിയും അങ്ങനെ തന്നെയാ. അല്ലാതെ ഈ പറഞ്ഞ സാധനത്തിനൊന്നും ഞാൻ കുടിച്ച പച്ച വെള്ളത്തിലല്ല, ഒരു വെള്ളത്തിലും ഞാൻ വിശ്വസിച്ചിട്ടുമില്ല. ഇനിയും നമ്മൾ അംഗം വെട്ടും. അംഗം നല്ല തകൃതിയായിട്ട് വെട്ടും. അഴിമതി കാണിച്ച ഓരോരുത്തരേക്കെതിരെയും നമ്മൾ ശക്തമായ നടപടികളായിട്ട് തന്നെ മുന്നോട്ട് പോകും. അത് കീഴ്ക്കോടതിയിലായാലും കൊള്ളാം, ഹൈക്കോടതിയിലായാലും കൊള്ളാം, അങ്ങ് സുപ്രീം കോടതിയിലായാലും കൊള്ളാം. ഇതൊന്നും കാണിച്ച് കള്ളക്കേസ് എടുത്താലും എന്ത് പണ്ടാരം എടുത്താലും നമുക്കൊരു പിണ്ണാക്കുമില്ല. ജയില് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഉള്ളതല്ല, എന്നെ പോലെയുള്ള സത്യസന്ധരായവർക്കുള്ളതാണ്. കാരണം നിങ്ങളെയൊക്കെ അധികാര ദുർവിനിയോഗമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഴിമതികൾ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ പിടിച്ച് ചിലപ്പോൾ ജയിലിൽ കൊണ്ടുപോയിടും, ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ പതറൂല. അതും വക്കീലിനെ വെച്ചിട്ടൊന്നുമല്ല, സ്വയം കേസ് നടത്തി നമ്മുടെ നിരപരാധിത്വം തെളിയിക്കും. അല്ലാതെ ഇതേപോലെയുള്ള കുറ്റിത്തൂണുകളൊന്നും നമ്പി ഞാൻ നിൽക്കാറില്ല. എനിക്കതിന് നേരവുമില്ല. ഇതുപോലെയുള്ള തൂണിന്റെയോ ഒരു പിണ്ണാക്കിന്റെയും സപ്പോർട്ടും വേണ്ട, ഒരു പിണ്ണാക്കും വേണ്ട. എന്റെ ഈ പുറകെ കിടക്കണ വാഴപ്പിണ്ടി ഒന്നുമല്ല, നട്ടല്ലാണ്. നട്ടല് നിവർത്തി തന്നെ ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. ഇനിയും നമുക്ക് നിയമപരമായിട്ട് നിയമയുദ്ധം നടത്തി തന്നെ നേരിട്ട് കാണാം എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.